രണ്ട് ചോദ്യങ്ങളും, അതായത് ഡയറക്റ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ചോദ്യങ്ങളാണ്. അത്ര എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ എല്ലാം തന്നെ ഒരു സ്പെസിഫിക് ഫോമാറ്റിലുള്ള, ഈ പാറ്റേൺ അല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷത്തെ 16 ദിവസങ്ങളിൽ നടന്ന 48 ഷിഫ്റ്റുകളിലെ പേപ്പേഴ്സ് അനലൈസ് ചെയ്തു. അതേസമയം സണ്ണ് വെസ്റ്റിലാണെങ്കിൽ ഷാഡോ നേരെ ഈസ്റ്റിലും വരും. ഡയഗ്രാം പോലും വരയ്ക്കാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബിയിലുള്ള സൗത്ത് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ വർഷത്തെ RRB NTPC എക്സാമിലെ മിക്ക ഷിഫ്റ്റുകളിലും ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും മിനിമം 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അത്ര സിമ്പിൾ ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല, പക്ഷേ ഇവയെല്ലാം തന്നെ നമ്മളൊന്ന് ആനലൈസ് ചെയ്താൽ ഒരു പ്രത്യേക പാറ്റേൺ യൂസ് ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാൻ കഴിഞ്ഞ വർഷത്തെ 16 ദിവസങ്ങളിൽ നടന്ന 48 ഷിഫ്റ്റുകളിലെ പേപ്പേഴ്സ് അനലൈസ് ചെയ്തു. അതിൽ നിന്നും ഓരോ ദിവസവും ഏതൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ ഒന്ന് ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ടേബിൾ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഡിറക്റ്റ് 1, ഡിറക്റ്റ് 2, ഡിറക്റ്റ് 3 എന്ന് പറഞ്ഞ് ഡേറ്റ ഓരോ ദിവസത്തെയും ഓരോ ഷിഫ്റ്റിൻ്റെയും ഡേറ്റ ആയിട്ട് ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഡിറക്റ്റ് 1 എന്ന് പറഞ്ഞത് ഒഴിച്ച് ബാക്കി എല്ലാ ഷിഫ്റ്റിലും 2 ചോദ്യങ്ങളും, അതായത് ഡയറക്റ്റ്ലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന 2 ചോദ്യങ്ങളാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ ഒരു സിമ്പിൾ ഫ്രെയിം വർക്ക് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇനി 2026 എക്സാം വരുമ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് പകരം ഇതിന് മുൻപ് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് മാത്രമേ വരൂ എന്ന് നമുക്കിവിടെ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും 3 ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ വേറെ സിറ്റുവേഷൻസോ വളവോ തിരിവോ ഒന്നുമില്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് ഡിസ്റ്റൻസോ ഡിറക്ഷനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസും ഡിറക്ഷനും രണ്ടും കണ്ടെത്താൻ ആവശ്യപ്പെടുന്ന ചോദ്യങ്ങളെയാണ് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഷാഡോ ബേസ്ഡ് ചോദ്യങ്ങളാണ്. അതിനുശേഷം ആംഗിൾ ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 റൂൾസ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ദിശയിലേക്ക് പോവുകയാണെങ്കിലും, അതിപ്പോൾ നോർത്ത് ആയിക്കോട്ടെ, സൗത്ത് ആയിക്കോട്ടെ, ഈസ്റ്റോ വെസ്റ്റോ എവിടേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും എടുത്താൽ അത് രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നോർത്തിലേക്ക് പോകുന്നു, ആദ്യം ഒരു റൈറ്റ് എടുത്തു, പിന്നെ ഒരു ലെഫ്റ്റ് എടുത്തു, നിങ്ങൾ വീണ്ടും പോകുന്നത് നോർത്തിലേക്ക് തന്നെയായിരിക്കും. ഇനി നിങ്ങൾ നേരെ ഈസ്റ്റിലേക്ക് പോകുന്നു, നിങ്ങൾ ആദ്യം ഒരു റൈറ്റ് എടുത്തു, അതിനുശേഷം നിങ്ങളൊരു ലെഫ്റ്റ് എടുത്തു, വീണ്ടും നിങ്ങൾ പോകുന്നത് ഈസ്റ്റിലേക്ക് തന്നെയായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് റൈറ്റ് പ്ലസ് ലെഫ്റ്റ്, ഇത് രണ്ടും എപ്പോഴും ക്യാൻസൽ ആയി പോകും. സോ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് ഒരു റൈറ്റും ഒരു ലെഫ്റ്റും ഒരുമിച്ച് വന്നാൽ, ഇനി അതേസമയം ഒരു റൈറ്റും ലെഫ്റ്റും അടുത്ത റൈറ്റും വന്നാൽ എന്താ കിട്ടുക? ഈ റൈറ്റും ലെഫ്റ്റും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസ്റ്റൻസ് അല്ല, ഡിറക്ഷൻ എന്ന് പറയുന്നത് ആകെ ബാക്കി വരുന്ന ഒരു റൈറ്റ് മാത്രമായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് 2 റൈറ്റോ അല്ലെങ്കിൽ 2 ലെഫ്റ്റോ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഒരു യു ടേണിന് ഈക്വലൻ്റ് ആണ്. യു ടേൺ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ടേണിന് ഈക്വലൻ്റ് ആണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ നോർത്തിലേക്ക് പോകുന്ന ഒരാൾ 2 റൈറ്റ് എടുത്താൽ എവിടെ എത്തും? യു ടേൺ, നോർത്തിൻ്റെ ഓപ്പോസിറ്റ് നേരെ സൗത്തിലേക്ക് എത്തും. ഓക്കെ, സോ നേരെ ഇയാൾ ഇപ്പോൾ നോർത്തിലേക്ക് പോകുന്നു, ആദ്യം ഇവിടേക്ക് ഒരു റൈറ്റ് എടുത്തു, അടുത്ത റൈറ്റ് എടുത്താൽ നോർത്തിലേക്ക് പോകുന്നയാൾ നേരെ സൗത്തിലേക്ക് തിരിഞ്ഞായിരിക്കും പോകുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 2025 അതിന് മുമ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം 2025 ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, സോ ഫസ്റ്റ് 2021 ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാണ്. മഹേഷ് വാസ് ഫേസിംഗ് ഈസ്റ്റ് വെൻ ഹി സ്റ്റാർട്ടഡ് ഫ്രം ഹോം. ഹി ടുക്ക് 2 റൈറ്റ് ടേൺസ് ആൻഡ് 1 ലെഫ്റ്റ് ടേൺസ് ടു റീച്ച് ഹിസ് സ്കൂൾ. ഇൻ വിച്ച് ഡിറക്ഷൻ ഇസ് ഹി ആഫ്റ്റർ റീച്ചിങ് ഹിസ് സ്കൂൾ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? നമുക്ക് ഈ ചോദ്യം നമ്മുടെ നോർമൽ മെത്തേഡിൽ ആദ്യം ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഈ ക്വസ്റ്റിനെ നമുക്ക് നോർമൽ മെത്തേഡിൽ ആദ്യം ഒന്ന് സോൾവ്
ചെയ്ത് നോക്കാം. ആദ്യം മഹേഷ് വാസ് ഫേസിങ് ഈസ്റ്റ് വെൻ ഹി സ്റ്റാർട്ടഡ് ഫ്രം ഹോം. ഹി ടുക്ക് 2 റൈറ്റ് ടേൺസ്. ആദ്യത്തെ റൈറ്റ് ടേൺ ഇവിടേക്ക് വന്നു, രണ്ടാമത്തെ റൈറ്റ് ടേൺ ഇവിടേക്ക് വന്നു. അതിനുശേഷം വീണ്ടും 1 ലെഫ്റ്റ് ടേൺ. അപ്പോൾ ഇപ്പോഴത്തെ ലെഫ്റ്റ് ടേൺ എന്ന് വെച്ചാൽ നേരെ താഴേക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഡിറക്ഷൻ ഇസ് ഹി ഫേസിങ് ആഫ്റ്റർ റീച്ചിങ് ദ സ്കൂൾ. അപ്പോൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? ഈ ഡിറക്ഷൻ സൗത്ത് ഡിറക്ഷനാണ്. നേരെ ഓപ്ഷൻ ബിയിലുള്ള സൗത്ത് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. എന്നാൽ കൺവെൻഷണൽ മെത്തേഡ് അല്ലാതെ ഒരു ഈസി ആയിട്ടുള്ള ഷോർട്ട് ടിപ്പ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്താലോ? നമ്മളിതാ നേരത്തെ പഠിച്ച റൈറ്റ് പ്ലസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 2 റൈറ്റും ഒരു ലെഫ്റ്റും, റൈറ്റ് പ്ലസ് ലെഫ്റ്റ്, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ഒരു റൈറ്റ് മാത്രമാണ് ബാക്കിയുള്ളൂ. സോ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ റൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നേരെ സൗത്ത് ആണ്. ഡയഗ്രാം പോലും വരയ്ക്കാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബിയിലുള്ള സൗത്ത് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അത്ര സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ 2021 തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡ്യൂറിങ് ഹിസ് മോർണിംഗ് വാക്ക് വിദ്യാൻഷു വാക്സ് സം കിലോമീറ്റർ ടുവേർഡ്സ് ദ സൺ ആൻഡ് ആഫ്റ്റർ സം ടൈം ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് വാക്സ് 5 കിലോമീറ്റർ. ഹി ടേൺസ് റൈറ്റ് അഗൈൻ ആൻഡ് കണ്ടിന്യൂ വാക്കിംഗ്. ഫൈനലി ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് വിദ്യാൻഷു വാക്കിംഗ്. എങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇവിടെ ഈ വിദ്യാൻഷു ആദ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ മോർണിംഗ് ടുവേർഡ്സ് ദ സൺ എന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്ന ഡയറക്ഷൻ ഈസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ ഒരു റൈറ്റ് എടുത്തു, റൈറ്റ് അഗൈൻ. റൈറ്റ് പ്ലസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 180 ഡിഗ്രി, അല്ലെങ്കിൽ റൈറ്റ് പ്ലസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ യു ടേൺ ആണ് അല്ലേ? അപ്പോൾ റൈറ്റ് പ്ലസ് റൈറ്റ് യു ടേൺ വന്നിട്ടുണ്ട്. സോ ഈസ്റ്റിൻ്റെ യു ടേൺ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? വെസ്റ്റ് ആണ്. നേരെ ഓപ്ഷൻ നമ്പർ ഡി ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് വരച്ച് നോക്കാം. സോ ഇവിടെ മോർണിംഗ് വിദ്യാൻഷു വാക്ക് സം കിലോമീറ്റർ ടുവേർഡ്സ് ദ സൺ എന്നാണ് തന്നിട്ടുള്ളത്. ഈസ്റ്റിലേക്ക് പോയിരിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ റൈറ്റ് ഇവിടേക്ക് എടുത്തു, രണ്ടാമത്തെ റൈറ്റ് ഇവിടേക്ക് എടുത്തു. ഇദ്ദേഹം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. സോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ബേസിക്സും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി സോൾവ് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2025 ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതേ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ഡിസ്റ്റൻസും പേരും ഡയറക്ഷനും മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഈ ഒരു ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ വീതം എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് ആദ്യം നമ്മുടെ നോർമൽ മെത്തേഡ് യൂസ് ചെയ്യാം, അതിനുശേഷം ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. മിസ്റ്റർ സെഡ് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് വൈ ആൻഡ് ഡ്രൈവ്സ് 12 കിലോമീറ്റർ ടുവേർഡ്സ് ദി നോർത്ത്. He then takes a left turn, drives 2 kilometer, turns right and drives 1 kilometer. He then takes a left turn and drives 14 kilometer. He then takes a left turn, final left turn, drives 13 kilometer and stops at point X. How far, shortest distance, and towards which direction should he drive in order to reach point Y again? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു വലിയ ഡയഗ്രാം ആയിരിക്കും നമുക്കിതിൽ ഉണ്ടാവുക. അതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ മാർക്ക് ചെയ്യുന്ന ഒരു റെഫറൻസ് ഡയഗ്രാം എവിടെയെങ്കിലും വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. സോ ഹി സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് വൈ ആൻഡ് ഡ്രൈവ്സ് 12 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ ഇദ്ദേഹം 12 കിലോമീറ്റർ നോർത്തിലേക്ക് പോയി. Then he takes a left turn and drives 2 kilometer, turns right and drives 1 kilometer. റൈറ്റ് എടുക്കാന്ന് വെച്ചാൽ മുകളിലേക്ക് പോയി 1 kilometer. He then takes a left turn. അപ്പോൾ വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൻഡ് ഡ്രൈവ്സ് 14 kilometer. സോ ലെഫ്റ്റ് ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത്രയും ദൂരം 14 kilometer പോയി. He takes a final left turn and drives 13 kilometer. സോ ഇവിടേക്ക് 13 kilometer പിന്നെയും താഴേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു 12ഉം ഇവിടെയുള്ള 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടുന്ന 13 ആണ്. സോ ആ 13 ആണ് ഇദ്ദേഹം ഇവിടേക്ക് പോയിട്ടുള്ളത് ആൻഡ് റീച്ചസ് പോയിന്റ് എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ് ഡിസ്റ്റൻസ്? ഇവിടെ 14ഉം 2ഉം ഉണ്ട് അല്ലേ? സോ 14 + 2 = 16 കിട്ടും. 16 കിലോമീറ്റർ ആകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. സോ അത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് കൺവെൻഷണൽ മെത്തേഡ്. പക്ഷേ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം സമയമാണ് ഇതിൽ വേസ്റ്റ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഇതേ ചോദ്യം തന്നെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ് ഡയഗ്രാം നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യാനാണ് കേട്ടോ, എപ്പോഴും ഇത് വരയ്ക്കണം എന്നില്ല. ഇവിടെ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ജസ്റ്റ് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും നമ്മുടെ ഡയഗ്രാമിന് ശേഷം നേരെ ഒന്ന് ഡയറക്ഷൻസ് ആയിട്ട് എഴുതും. ക്ലിയർ? ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം സെറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് വൈ ആൻഡ് ഡ്രൈവ്സ് 12 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. അപ്പോൾ നോർത്തിൻ്റെ താഴെ ഈ 12 ആദ്യം എഴുതുക. ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ. അപ്പോൾ നോർത്തിൽ നിന്ന് ലെഫ്റ്റ് പോകാന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എങ്ങോട്ടാ നോർത്തിൽ നിന്ന് ലെഫ്റ്റ് പോകുന്നത്? നോർത്തിൽ നിന്നും ലെഫ്റ്റ് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വെസ്റ്റിലേക്കാണ് അല്ലേ. ആൻഡ് ഡ്രൈവ്സ് 2 കിലോമീറ്റർ. സോ വെസ്റ്റ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ റെഫറൻസ് ഡയഗ്രാം യൂസ് ചെയ്തിരിക്കുന്നത്. നോർത്തിൽ നിന്ന് ലെഫ്റ്റ് പോയാൽ ഇപ്പം വെസ്റ്റിലെത്തി 2 കിലോമീറ്റർ. എന്നിട്ട് റൈറ്റ് എടുത്തു. ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണെങ്കിൽ വീണ്ടും അത് നോർത്ത് തന്നെയാണ്. അപ്പോൾ 1 കിലോമീറ്റർ ഇവിടേക്ക് എടുത്തു. ഹി ദെൻ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. അപ്പോൾ ഇപ്പോൾ അടുത്തത് ലെഫ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോർത്തിൽ നിന്നും ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് ഡ്രൈവ്സ് 14 കിലോമീറ്റർ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും ഇങ്ങോട്ട് ലെഫ്റ്റ് എടുത്തപ്പോൾ 14 കിലോമീറ്റർ ഇവിടേക്ക് നമുക്ക് എടുക്കാൻ പറ്റി. നൗ ഹി ടേക്സ് എ ഫൈനൽ ലെഫ്റ്റ് ടേൺ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ലെഫ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ നേരെ സൗത്തിലേക്കാണ്. ഡ്രൈവ്സ് 13 കിലോമീറ്റർ ആൻഡ് റീച്ചസ് ദി പോയിന്റ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഓപ്പോസിറ്റ് ഏതൊക്കെയാണ്? നോർത്തും സൗത്തും. ഇവിടെ നമുക്ക് 13 കിട്ടി, ഇവിടെ 13, രണ്ടും ക്യാൻസൽ ചെയ്താൽ എഫക്റ്റീവായിട്ട് 14 + 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 16 കിട്ടും. സോ എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16 കിലോമീറ്റർ ആണ്. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ നമ്പർ ഡി 16 കിലോമീറ്റർ ടുവേർഡ്സ് ദി ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, പേടിക്കേണ്ട. ഞാൻ ഇതേപോലെ തന്നെ വന്നിരിക്കണം, ഇതേ എക്സാമിൽ തന്നെ മറ്റൊരു ഷിഫ്റ്റിൽ അതുപോലെ തന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. RRB NTPCയുടെ 2025 PYQ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് ആദ്യം ഷോർട്ട് കട്ട് വെച്ചിട്ട് ചെയ്തു നോക്കാം, എന്നിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ നോർമൽ മെത്തേഡിൽ ആൻസർ കറക്റ്റ് ആണോ എന്ന് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഷോർട്ട് കട്ട് മാത്രമാണ് ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ടി സ്റ്റാർട്ട്സ് ഫ്രം എ പോയിന്റ് എ ആൻഡ് ഡ്രൈവ്സ് 6 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. സോ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും എഴുതുക. നമ്മുടെ റെഫറൻസ് ഡയഗ്രാമും കൂടെ വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, സോ നോർത്തിൻ്റെ താഴെ അപ്പോൾ എത്ര കിലോമീറ്റർ കൊടുക്കണം? നേരെ 6 കിലോമീറ്റർ നോർത്തിൻ്റെ താഴെ കൊടുക്കുക. ഹി ടേക്സ് എ റൈറ്റ്. അപ്പോൾ ഈസ്റ്റ് ആണ്. ഡ്രൈവ്സ് 15 കിലോമീറ്റർ. ഈസ്റ്റിൻ്റെ താഴെ 15. നൗ ഹി ടേൺസ് റൈറ്റ്. ഈസ്റ്റിൽ നിന്നും റൈറ്റ് എടുത്താൽ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ സൗത്തിലേക്ക് പോകുന്നു. ഹി ഡ്രൈവ്സ് 9 കിലോമീറ്റർ. സൗത്തിൽ 9 കൊടുക്കുക. നൗ ഹി ടേൺസ് എ റൈറ്റ് ആൻഡ് ഡ്രൈവ്സ് 19 കിലോമീറ്റർ. സൗത്തിൽ നിന്നും റൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ വെസ്റ്റിലേക്കാണ്. സോ വെസ്റ്റിലേക്ക് 19 കിലോമീറ്റർ പോയി. ഹി ടേക്സ് എ ഫൈനൽ റൈറ്റ് ടേൺ. വെസ്റ്റിൽ നിന്നും റൈറ്റ് എടുത്താൽ നേരെ നോർത്തിലേക്കാണ് 3 കിലോമീറ്റർ. അപ്പോൾ ഇനി ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് 6 + 3 ചെയ്താൽ 9 കിട്ടി. നോർത്തും സൗത്തും നമുക്ക് ഡയറക്റ്റ്ലി ക്യാൻസൽ ചെയ്യാൻ പറ്റി. ഇനി ഇതിൻ്റെ വ്യത്യാസം എത്രയാണ്? 19ഉം 15ഉം വ്യത്യാസം. എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. സോ 4 കിലോമീറ്റർ ആകെ ഒരു ഓപ്ഷനിലേ വന്നിട്ടുള്ളൂ. സോ ഡയറക്റ്റ്ലി ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2 വന്നിരിക്കുന്ന 4 കിലോമീറ്റർ ആണ്. സോ എപ്പോഴും നമ്മളിവിടെ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യുക. അത്രയാണ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആൻസർ കറക്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ കിട്ടിയത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇതേ ചോദ്യം തന്നെ നമ്മുടെ നോർമൽ മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? ടി സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ ആൻഡ് എ ഡ്രൈവ് 6 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. ആദ്യം അതാണ് തന്നിട്ടുള്ളത്. സോ 6 കിലോമീറ്റർ. Now he then takes a right turn and drives 15 kilometer. Okay, then he drives 9 kilo. എന്നിട്ട് turns right and drives 9 kilometer. അപ്പോൾ ഇവിടേക്ക് ആദ്യം 6 കിലോമീറ്റർ പോയി. ഇവിടെ 6ഉം 3ഉം കൂടെ ചേർന്നപ്പോഴാണ് 9 കിലോമീറ്റർ. ഹി ടേക്സ് എ റൈറ്റ് ടേൺ ആൻഡ് ഡ്രൈവ്സ് 19 കിലോമീറ്റർ. അപ്പോൾ അതിൽ 15 കിലോമീറ്റർ ഓൾറെഡി ഇവിടെയായി. 15 + 4 ചെയ്ത് കഴിയുമ്പോഴാണ് 19 കിലോമീറ്റർ എത്തുന്നത്. നൗ ഹി ടേക്സ് എ ഫൈനൽ റൈറ്റ്, ഡ്രൈവ്സ് 3 കിലോമീറ്റർ. സോ ഈ 3 കിലോമീറ്റർ ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഫൈനൽ എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതും എൻഡിങ് പോയിന്റ് ഇതുമാണ്. സോ ഇതിൻ്റെ വ്യത്യാസം ഇതേ 4 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ നമ്പർ 2 തന്നെയാണ് ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ടേബിൾ വരച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിറക്ഷൻസ് മാർക്ക് ചെയ്തുകൊണ്ട് വെറും ഒരു ഡയഗ്രാം പോലും ഇല്ലാതെ നമുക്ക് ഈസിലി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിനെ നമ്മൾ ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു ഇങ്ങനെ മോർണിംഗും ഈവനിങ്ങും ബേസ്ഡ് ആയിട്ടല്ലേ. അപ്പോൾ അതിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല, ഡയറക്റ്റ്ലി നമ്മൾ രാവിലെയോ രാവിലെയോ വൈകുന്നേരമോ ഏത് ഡയറക്ഷനിലേക്ക് സണ്ണ് നിൽക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഷാഡോ ഫോം ചെയ്യുന്നതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഷാഡോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ പ്രത്യേകത എന്താ? രാവിലെ സൺ എപ്പോഴും ഈസ്റ്റിലായിരിക്കും അല്ലേ. അപ്പോൾ രാവിലെ നമ്മൾ ഏത് ഡയറക്ഷനിൽ നിന്നാലും നമ്മുടെ ഷാഡോ വരുന്നത് സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. സൺ ഈസ്റ്റിലായതുകൊണ്ട് തന്നെ ഷാഡോ വരുന്നത് എപ്പോഴും വെസ്റ്റിലായിരിക്കും. അത് തന്നെ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഈവനിങ് ആയി കഴിയുമ്പോൾ സണ്ണ് വെസ്റ്റിൽ വരും, അപ്പോൾ ഷാഡോ നേരെ ഈസ്റ്റിൽ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോ ഇപ്പം ഇയാൾ ഇവിടേക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഷാഡോ നിൽക്കുന്നത് എവിടെയാണ്? ഇയാളുടെ ഫ്രണ്ടിലാണ് അല്ലേ. എന്നാൽ ഇയാൾ നേരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും സണ്ണിൻ്റെ പൊസിഷൻ മാറിയില്ല, ഷാഡോൻ്റെ പൊസിഷനും മാറിയില്ല. പക്ഷേ ഇപ്പം ഈ ഷാഡോ നിൽക്കുന്ന പ്ലേസ് എവിടെയാണെന്ന് നോക്കിക്കേ, ഷാഡോ നിൽക്കുന്നത് ഇയാളുടെ ബാക്കിലാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ എവിടെ നിന്നാലും സൺ എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഷാഡോ വരുള്ളൂ. സോ സൺ ഈസ്റ്റിലാണെങ്കിൽ ഷാഡോ നേരെ വെസ്റ്റിൽ വരും, അതേസമയം സണ്ണ് വെസ്റ്റിലാണെങ്കിൽ ഷാഡോ നേരെ ഈസ്റ്റിലും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്കിത് വെച്ചിട്ടുള്ള 1-2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. One evening, Pratik and Pranil were talking to each other face to face on a terrace. Pratik's shadow was exactly on the body of Pranil. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈവനിങ് ആണ്, ഈവനിങ്ങിൽ സൺ എവിടെ ഉണ്ടാവുള്ളൂ? ഇവിടെയാണ് ഉണ്ടാവുക. ആൻഡ് ഇവിടെ 2 ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഷാഡോ, 2 പേരുടെ ഷാഡോയും നേരെ വെസ്റ്റ് സൈഡിലേക്ക് വരുള്ളൂ. സോ ഇയാളുടെ ഷാഡോ ഇയാളുടെ മേത്ത് വന്നു എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ എന്താണ് ഇവിടെ? ഇഫ് പ്രതീക്സ് ഷാഡോ വാസ് ഓൺ ദ ബോഡി ഓഫ് പ്രണീൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രതീക് ഇവിടെ നിൽക്കുന്നു, നെക്സ്റ്റ് പ്രനീൽ ഇവിടേക്ക് നിൽക്കുന്നു അല്ലേ. പ്രതീക് ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നു, പ്രനീൽ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഇൻ വിച്ച് ഡയറക്ഷൻ ഇസ് പ്രനീൽ ഫേസിങ്? പ്രനീൽ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? നേരെ വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നത് അല്ലേ. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ നമ്പർ ഡി ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, നമ്മളോട് ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരിഞ്ഞു, അല്ലെങ്കിൽ നോർത്ത് സൗത്ത് എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്കിവിടെ ആംഗിൾസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ ഈസി ആയിട്ട് ട്രിക്സിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ആദ്യം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. Shravan is looking towards northeast. First he rotates 45 degree, then 90 degree anti-clockwise, and then turns 180 degree clockwise. In which direction is he looking now? ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലും, അടുത്തത് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിലും. അപ്പോൾ ഇത് 2 മെത്തേഡിലും ഇതേ ചോദ്യം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് നോക്കിക്കേ, ഇവിടെ Shravan is looking towards northeast എന്ന് തന്നിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. Now first he rotates എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രി, then 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ക്ലോക്ക് പോകുന്ന ആ ദിശേനെയാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുക. അതിൻ്റെ ഓപ്പോസിറ്റ് ചുറ്റുന്നതിനെയാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് പോകുക എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോയി, ആദ്യം 45 ഡിഗ്രി പോയി, അതിനുശേഷം 90 ഡിഗ്രി അല്ലേ. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എത്തി, ഇവിടെയാണ് ഇയാൾ നിൽക്കുന്നത്. ആൻഡ് ദെൻ 180 ഡിഗ്രി ക്ലോക്ക് വൈസ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 180 ഡിഗ്രി. സോ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും യു ടേൺ ആണ്. സോ നേരെ യു ടേൺ ഈ സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ ഇപ്പം ഏത് ഡയറക്ഷനിലേക്കാണ് അയാൾ ഫേസ് ചെയ്യുന്നത്? 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും ഈസ്റ്റിലേക്കാണ്. സോ ഓപ്ഷൻ ഡിയിലുള്ള ഈസ്റ്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്. ഇനി ഇത് തന്നെ നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നേരത്തെ ചെയ്തതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും രണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 45ഉം 90ഉം തന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ആദ്യം വരുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് വൈസ് വന്നാൽ ആദ്യം അത് എടുത്തോളൂ, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് രണ്ടാമത് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണോ അതിന് നിങ്ങൾ പ്ലസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ +45ഉം +90ഉം രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ +135 കിട്ടി. അടുത്തത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ആൻറ്റി ക്ലോക്ക് വൈസിന് പ്ലസ് എടുത്തു, ക്ലോക്ക് വൈസിന് അപ്പോൾ നമ്മൾ എന്താ എടുക്കണ്ടേ, മൈനസ് എടുത്താൽ മതി അല്ലേ. -180 ചെയ്ത വ്യത്യാസം എത്രയാണ്, -45 ഡിഗ്രി. മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് എടുത്തത്. സോ ഇയാൾ ഇപ്പം ഇവിടെ നോർത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അയാൾ മൈനസ്, അതായത് നമ്മൾ രണ്ടാമത് എടുത്തത് ക്ലോക്ക് വൈസ് ആണ്. സോ ക്ലോക്ക് വൈസ് 45 ഡിഗ്രി മൂവ് ചെയ്താൽ അയാൾ ഈസ്റ്റിലെത്തും. സോ ഓപ്ഷൻ ഡിയിലുള്ള ഈസ്റ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി വീണ്ടും മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് നോക്കാം. ഇഫ് രാജ സ്റ്റാൻഡ്സ് ഫേസിങ് ഈസ്റ്റ് ആൻഡ് ഹി ഫസ്റ്റ് റൊട്ടേറ്റ്സ് ഫസ്റ്റ് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് ആൻഡ് ദെൻ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്, ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഹി സ്റ്റാൻഡ് ഫേസിങ്? എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ആദ്യം വരുന്നതിന് പ്ലസ് എടുക്കുക. സോ +270, അടുത്തത് വരുന്നതിന് മൈനസ് എടുക്കുക. -90, 270 90 പോയാൽ 180 കിട്ടും, +180. സോ ഇവിടെ ഇദ്ദേഹം ഇനീഷ്യലി എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈസ്റ്റിലേക്കാണ്. ഈസ്റ്റിൻ്റെ 180 ഡിഗ്രി പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ആൻസർ എന്തായാലും വെസ്റ്റ് തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹീ ഫേസിങ് എന്ന് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് ഡസ് ഹീ സ്റ്റാൻഡ് ഫേസിങ് എന്നതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ ഇവിടെ ഈസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വെസ്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോർമൽ മെത്തേഡിൽ ഷോർട്ട് കട്ട് ഒന്നും ഇല്ലാതെ വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ആദ്യം രാജ ഈസ് ഫേസിങ് ഈസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഹീ റൊട്ടേറ്റ്സ് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്നാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് അല്ലേ. 270 എന്ന് വെച്ചാൽ എത്രയാണ്, 90 + 90 അതാണ് 270 ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. സോ അപ്പോൾ ഇവിടേക്ക് 1 2 3, അപ്പോൾ ഇവിടെയാണ് ഇദ്ദേഹം ഫേസ് ചെയ്യുന്നത്. ഇതാണ് 270 ഡിഗ്രി. എന്നിട്ട് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കാണ് ഫേസ് ചെയ്യുന്നത്. സോ വെസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും സോൾവ് ചെയ്യാം. പക്ഷേ ഷോർട്ട് കട്ടിൽ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം ഇവിടെ ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. മിസ്റ്റർ യാങ്കി സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ, ഡ്രൈവ് 17 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. ഹി ദെൻ ടേക്സ് എ റൈറ്റ് ടേൺ, ഡ്രൈവ്സ് 19, ടേൺസ് റൈറ്റ് ആൻഡ് ഡ്രൈവ്സ് 29. ഹി ദെൻ takes a right turn, drives 15 kilometer, turns right, drives 1 kilometer. He then takes a left turn, drives 6 kilometer. He takes a final right turn, drives 11 kilometer and stops at point P. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു തന്ന പോലെ നോർത്തും വെസ്റ്റും ഈസ്റ്റും സൗത്തും ഒക്കെ എടുത്തുകൊണ്ട് ഡയറക്റ്റ്ലി ഒരു ടേബിൾ പോലെ ഈസിലി നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ജസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അനലൈസ് ചെയ്തത് 2025 2025 RRB NTPCയുടെ 48 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആൻഡ് ഡിറക്ഷൻസിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലെല്ലാത്തിലും ഒരേപോലെയുള്ള പാറ്റേൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൽ നിന്നും നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് തീർന്നിട്ടില്ല. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ട്രിക്ക് അനാലിസിസ് സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗം മാത്രമാണ് ആയിട്ടുള്ളൂ. ഇനിയും ഇതുപോലെ ബാക്കി എല്ലാ ടോപ്പിക്സിൽ നിന്നും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
നോക്കുക. ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ഒരു ലെസൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. സോ ടെലഗ്രാമിൽ @shilpa_biju എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ എൻ്റെ യൂസർ ID ആണ്. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്രൂപ്പിലേക്കും ചാനലിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലെയുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ആ ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ശില്പ മാംസ് ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അയച്ചു കൊടുക്കുക. ആൻഡ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ മസ്റ്റായിട്ടും എല്ലാവരും കോമെൻ്റായിട്ട് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.